We pray for our young people, Lord, as they are dispersing to the Sunday school. Lord, I pray, let their inner eyes be open to comprehend the word of God. We thank you and praise. A reminder of the service we give in your hands. In Jesus' sweet name we pray. Amen. You can go to your Sunday school. പരിശുദ്ധാത്മാവിന്ന് രാവിലെ നമ്മെ സഹായിക്കുമാറാകട്ടെ. തിരുവചനം പഠിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കാം. നാം പഠിച്ചു വരുന്ന വെളിപ്പാട് പുസ്തകമാണല്ലോ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7 വരെയുള്ള വാക്യങ്ങളാണ് നാം കഴിഞ്ഞ ആഴ്ചകളായി പഠിച്ചു വന്നത്. ഇന്ന് രാവിലെ നമുക്ക് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 8. ഇവിടെ നാം കാണുന്നത് കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ തേജസ്കരിക്കപ്പെട്ട രൂപം യോഹന്നാന് പത്മോസിൽ വെളിപ്പെട്ട് കിട്ടുമ്പോൾ നാം കഴിഞ്ഞ ആഴ്ചകളിലും മാസങ്ങളിലൊക്കെ പഠിച്ചു വന്ന വചനപ്രകാരം മാറത്ത് പൊൻകച്ച കെട്ടി വെള്ളോടിന് സദൃശമായ കാലുള്ള അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ള 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് വിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന ആ തേജോരൂപനായ കർത്താവ് വലം കൈ വെച്ച് അവനെ തൊട്ട് ആശ്വസിപ്പിക്കുന്ന ആ യേശുവിൻ്റെ അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. he is getting that revelation that who Jesus is. യേശു ആരാണെന്നുള്ള ആ വെളിപ്പാടാണ് യോഹന്നാൻ ഇവിടെ കിട്ടുന്നത്. ഇവിടെ പറയുന്നു, ഐ ആം ദ ആൽഫ ആൻഡ് ദ ഒമേഗ, ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ്. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു എന്നുള്ള നിത്യത മുതൽ നിത്യത വരെ കണക്റ്റ് ചെയ്യുന്ന യേശുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ദർ ഈസ് നോ ഡേയ്സ് നോ ഇയേഴ്സ് അപ്പാർട്ട് ഫ്രം മീ. ഐ ആം ഇൻ എവറിത്തിങ്. ഞാൻ എല്ലാറ്റിൻ്റെയും അകത്ത് ഞാനുണ്ട്. എല്ലാറ്റിലും ദൈവത്തെ കാണുന്ന നിത്യത. ഒരു കാലഘട്ടത്തിലേക്ക് ഇന്നാൾ ഇത്ര നാൾ ജീവിച്ചിരുന്നു, നല്ല ചരിത്രം എന്ന് പറയുന്നതല്ല യേശുവിൻ്റെ ആ ചരിത്രം. നിത്യത മുതൽ നിത്യത വരെ വെളിപ്പെട്ട് നിൽക്കുന്ന, അല്ലല്ലേ, ഇൻഫിനൈറ്റ് ഗോഡ്. അതാണ് ഇവിടെ വെളിപ്പെട്ട് വരുന്നത്. ഇവിടെ പറയുന്നത് ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. എപ്പോഴും നിങ്ങൾ കേൾക്കുന്നതും പറയുന്നതുമായതുകൊണ്ട് അതല്ല എൻ്റെ ചിന്താവിഷയം. ഈ ആഴ്ചകളിൽ നാം തുടർമാനമായി അത് പഠിക്കും. കർത്താവിന് എപ്പോഴും താല്പര്യമാണ്. It is always his desire and pleasure to reveal himself to his people. തൻ്റെ ജനത്തിന് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ദൈവത്തിന് താല്പര്യമുള്ള കാര്യമാണ്. പഴയ നിയമം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം തന്നെ അനേക വെളിപ്പാടുകൾ തൻ്റെ ഭക്തന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. നാം എബ്രായ ലേഖനം പഠിച്ചപ്പോൾ കഴിഞ്ഞ 3 വർഷം നാം പഠിച്ച എബ്രായ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം തന്നെ നാം ഇങ്ങനെ വായിക്കുന്നത്, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമുക്ക് അരുളി ചെയ്തിരിക്കുന്നു. So God has revealed everything through his son Jesus Christ. It's a privilege that we are at the end time and we got the awesome revelation about the things going to happen and about our future, what are the place we are going. ഇതൊക്കെയുള്ള വലിയ റെവലേഷനാ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് ഓർത്ത് നാം ദൈവത്തിന് നന്ദി പറയണം. അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന വെളിപ്പാടെന്ന് പറയുന്നത് ആഴമേറിയ വെളിപ്പാടാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് വരികയാണ്. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തിട്ട് അബ്രഹാമിന് ഒത്തിരി വെളിപ്പാട് ദൈവം കൊടുത്തു. ഓൾമോസ്റ്റ് 10 times we see the encounter with God. അബ്രഹാമും ദൈവവും നേരിട്ടുള്ള 10 ഒരു സംഭാഷണങ്ങൾ കാണുന്നുണ്ട്. ആ 10 സമയത്തും ദൈവം അബ്രഹാമിന് 10 പുതിയ വെളിപ്പാടുകൾ കൊടുത്തു. ഇപ്പോൾ അത് പ്രസംഗിക്കാൻ പോയാൽ ആ ഭാഗത്തേക്ക് പോകണം. അതുകൊണ്ട് 10 വെളിപ്പാടാണ് ദൈവം കൊടുത്തത്. ഒന്നാമത് പറയുന്നത് വേർപാടിൻ്റെ വെളിപ്പാടാണ്. God appeared to Abraham and told, leave your father's nation, leave everything and go to a land which I will show you. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. അത് വേർപാടിൻ്റെ വെളിപ്പാടായിരുന്നു. എന്തൊക്കെ വിടണം, എന്തിനോടൊക്കെ യാത്ര പറയണം. ദൈവം കാണിക്കാനിരിക്കുന്ന നന്മ കാണണമെങ്കിൽ we need to keep a solid separation from the things of this world, abstain from every form of evil എന്നുള്ള വലിയ ദർശനമാണ് ദൈവം അബ്രഹാമിന് ഒന്നാമത്തെ വെളിപ്പാടി കൊടുത്തത്. മുന്നോട്ടുള്ള യാത്രയിൽ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് ദൈവത്തെ ആരാധിക്കണം. യു ലിഫ്റ്റ് യുവർ ഐസ് ആൻഡ് സീ വാട്ട് ഐ ഹാവ് പ്രിസർവ്ഡ് ഫോർ യു എന്ന് പറയുമ്പോൾ അബ്രഹാം അവിടെ ഒരു യാഗപീഠം പണിത് യഹോവയുടെ നാമത്തെ 12-ാം അധ്യായം 13-ാം അധ്യായത്തിലൊക്കെ കാണുന്നുണ്ട്. അവിടെ നാം മനസ്സിലാക്കുന്നത് ആരാധനയെക്കുറിച്ചുള്ള വെളിപ്പാടാണ് ദൈവം അബ്രഹാമിനെ കൊടുത്തത്. എവറി ടൈം വി മീറ്റ് ഗോഡ് വി ആർ ഒബ്ലൈജ്ഡ് ടു പ്രൈസ് ആൻഡ് വർഷിപ്പ് ദ ലോർഡ്. അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഒരു ആലയം പണിയണമെന്നുള്ള അല്ലെങ്കിൽ ആരാധന നടത്തുക. ദൈവം പറഞ്ഞില്ല, കുഞ്ഞെ ഒരു യാഗപീഠം പണിതന്നെ ആരാധിക്കുവാൻ അന്നേരം പറയുന്നില്ല. പക്ഷേ ദൈവം എപ്പോൾ പ്രത്യക്ഷമായാലും എപ്പോൾ ദൈവസാന്നിധ്യം വെളിപ്പെട്ടാലും നാം ആദ്യമേ ചെയ്യേണ്ടത് യഹോവയ്ക്കൊരു യാഗപീഠം പണിയുക.
ഒരു ആരാധന കഴിക്കുക, അങ്ങനെയുള്ള 10 വെളിപ്പാടുകളുണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അങ്ങനെ ഓരോ പ്രാവശ്യം ദൈവം തനിക്ക് വെളിപ്പെടുത്തി കൊടുത്ത് തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. മോശ മുൾപ്പടർപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ഫറവോൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഫറവോൻ എന്നോട് ചോദിക്കും, എന്ത് അധികാരത്തിലാണ്, ഏത് നാമത്തിൻ്റെ ബലത്തിലാണ് നീ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ജനത്തെ വിട്ടയക്കുക, ആരാധനയ്ക്ക് വിട്ടയക്കുക എന്നൊക്കെ പറയുന്നത്? അപ്പോൾ ദൈവം പറഞ്ഞ ഒറ്റ വാക്കുണ്ട്, യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് entire things what I am going to show you in the coming 40 days or 400 years. Just say one word, I am that I am. ഞാനാകുന്നവൻ ഞാനാകുന്നു. അതിനപ്പുറത്തൊന്നുമില്ല. എനിക്ക് പകരം വെക്കാൻ വേറെ ആരുമില്ല, എന്നെപ്പോലെ ഒരുത്തനുമില്ല, എൻ്റെ കൂടെ വേറെ ആളുമില്ല. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. ഇത് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ നോക്കുക, അങ്ങനെ ആ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഇവിടെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന് കിട്ടുകയാണ് യേശു ആരാണെന്ന്. ഞാൻ ആൽഫയാകുന്നു, ഒമേഗയാകുന്നു, ആദ്യനാകുന്നു, അന്ത്യനാകുന്നു, ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമാകുന്നു. ആ വെളിപ്പാടാണ്. അപ്പോൾ നാം വേദപുസ്തകം പഠിക്കുമ്പോൾ കർത്താവിനെ കുറിച്ചുള്ള ഒത്തിരി വെളിപ്പാടുണ്ട്. ഐ എം നോട്ട് ഗോയിങ് ടു സ്പീക്ക് അബൌട്ട് ദ ഡയറ്റി ഓർ ദ ആട്രിബ്യൂട്ട് ഓഫ് ക്രൈസ്റ്റ് നൗ. ഇതല്ല പറയാൻ പോകുന്നത്. യേശു തന്നെ പറയുന്ന കാര്യങ്ങളുണ്ട് വചനത്തിൽ, ഞാൻ ആരാണെന്ന്. ഐ ആം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ആരാണെന്ന് യേശു പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഞാനൊന്ന് ഇന്ന് രാവിലെ നമുക്ക് പഠിക്കാം. സങ്കീർത്തനത്തിലാണ്, മശീഹ സങ്കീർത്തനങ്ങളിൽ പലതും യേശുവിൻ്റെ മാനുഷിക മണ്ഡലം, ദ ഇൻകാർണേറ്റഡ് ക്രൈസ്റ്റ് ഈസ് റിവീലിംഗ് ഹിംസെൽഫ് ദാറ്റ് വാട്ട് കൈൻഡ് ഓഫ് എ വീക്ക് പേഴ്സൺ ഫോർ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. ദൈവമഹത്വത്തിന് വേണ്ടി താൻ എങ്ങനെ ബലഹീനനായെന്ന് സങ്കീർത്തനത്തിൽ വായിക്കാൻ പറ്റും. വി ഡോണ്ട് വാണ്ട് ടു ബിക്കം വീക്ക് പീപ്പിൾ ബിഫോർ അതേഴ്സ് ഐസ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ക്ഷീണമാണെങ്കിലും നമ്മൾ പറയും എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ്. ഏതെങ്കിലും മണ്ഡലത്തിൽ ഇത്തിരി പോരായ്മ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട് നമ്മൾ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. പക്ഷേ സങ്കീർത്തനത്തിൽ നാം കാണുന്നത് നിസ്സഹനായി നിൽക്കുന്ന ഒരു മനുഷ്യപുത്രനെ നമുക്ക് കാണുവാൻ കഴിയും. അതിനകത്ത് 7 പ്രാവശ്യം ഇൻ ദ സാംസ് വി റീഡ് അബൌട്ട് 7 times the weakness of the mankind that Jesus has adorned himself as the remission of the sin of the mankind. അത് നമുക്കവിടെ കാണുവാൻ കഴിയും. നമുക്ക് ആ 7 ഭാഗങ്ങളൊന്ന് വായിക്കാം. ഓർത്തുകൊള്ളണം, ഇത് കഷ്ടം അനുഭവിക്കുന്ന മശീഹയാണ്. 22-ാം സങ്കീർത്തനം 6-ാം വാക്യം, Psalms 22:6. ഇത് മനുഷ്യന് പറയുന്ന വാക്കല്ല, യേശു മനുഷ്യനായി തീർന്നിട്ട് ഒരു മശീഹ സങ്കീർത്തനമാണ്. 1-ാം വാക്യം പറയുന്നു, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്തെന്ന് പറഞ്ഞ് യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് വ്യക്തമായി അല്ലെങ്കിൽ വിവരിക്കുന്ന ആ സങ്കീർത്തനത്തിൽ ഇവിടെ പറയുന്നു, ഞാൻ ആരാണ്? ഐ ആം എ worm and I am not a man. ഞാനോ ഒരു കൃമി അത്രേ, ഞാനൊരു മനുഷ്യനല്ല. നോക്കുക, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു, കണ്ടാൽ ആളല്ലാത്ത വിധം വിരൂപമായി തീർന്നു. സകലത്തിൻ്റെയും ഉടയവനായവൻ ഉറ്റവനായിരുന്നവൻ്റെ രൂപം മാറി, ഭാവം മാറി, അല്ലെങ്കിൽ എല്ലാം മാറ്റിമറിച്ച ക്രൂശിൻ്റെ കഷ്ടാനുകളെക്കുറിച്ച് പറയുന്നു. ഞാനൊരു കൃമിയാകുന്നു. ഐ എം എ worm, ഐ എം നോട്ട് എ മാൻ. മറ്റുള്ളവർ കണ്ടാൽ അംഗീകരിക്കാം. വഴിയെ പോകുന്നവരൊക്കെ തല കുലുക്കി നിന്ദിക്കത്തക്കവണ്ണം, ശപിക്കത്തക്കവണ്ണം, ആക്ഷേപിക്കത്തക്കവണ്ണം രൂപം മാറിപ്പോയ ആ ഒരു അവസ്ഥയെ ഇവിടെ വിളിച്ചു പറയുന്നത്. ഞാൻ ആരാണെന്ന് ഇവിടെ ഒരു വെളിപ്പാടാണ് പറയുന്നത്. അപ്പം ഞാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനല്ല, ഞാനൊരു കൃമി അത്രേ എന്ന് പറയുകയാണ്. ഇനിയും 40-ാം സങ്കീർത്തനം 17-ാം വാക്യം, Psalms 40:17. 40:17. ഐ ആം പൂവർ ആൻഡ് നീഡി. നാം സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നാം വ്യക്തിപരമായി ഇത് മശീഹ സങ്കീർത്തനങ്ങളാണ്, പ്രവചന വാക്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ പലപ്പോഴും വായിച്ചാണ് നാം പ്രസംഗിക്കുന്നതും നല്ലതാണ്, നാം ഇതിനെക്കുറിച്ച് വലിയ വെളിപ്പാടൊക്കെ പറയുന്നത്. പക്ഷേ ഇതൊക്കെ കർത്താവിനെ കുറിച്ചുള്ളതാണ്, നമ്മുടെ ജീവിതമായിട്ട് ഒരു ബന്ധവും ഉള്ളതല്ല. ഞാൻ എന്തുകൊണ്ട് വാക്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാകും. ഇത് ഞാൻ എൻ്റെ അസ്ഥികളെയെല്ലാം നിങ്ങൾക്ക് എണ്ണാന്നൊക്കെ പറയുമ്പം നമ്മളൊന്ന് കോട്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. അവൻ ദരിദ്രനായി തീർന്നെന്നൊക്കെ വചനം വായിക്കുമ്പോൾ ഇത് മനസ്സിലാക്കണം. നാം സമ്പന്നരായി തീരേണ്ടതിന് അവൻ ആരായി തീർന്നു? ദരിദ്രനായി തീർന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ യേശുവിന് കിടക്കുവാൻ ഒരു സ്ഥലം പോലും ഇല്ലാതെ വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ അല്പകാലത്തേക്ക് എടുത്തു കഴിഞ്ഞ ഒരു മെയിഞ്ചറിൽ യേശുവിനെ കിടത്തുന്ന കാണാം. ഒരു പടക് ചോദിച്ചു, ശീമോനോട് ചോദിക്കുക, ക്യാൻ യു ഗീവ് ദാറ്റ് ബോട്ട് ഫോർ മീ, എനിക്ക് ആ പടകൊന്ന് തരാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചു വാങ്ങുന്ന പടക്, അല്ലെങ്കിൽ അഴിച്ചുകൊണ്ട് പോവാ, ആ കഴുതയെ അഴിച്ചുകൊണ്ട് പോവാ, അതിൻ്റെ പുറത്തൊന്ന് ഞാൻ യാത്ര ചെയ്യട്ടെ, അമരത്ത് തലവെച്ചുറങ്ങുകയാണ്. അങ്ങനെ എല്ലാം കടം വാങ്ങിച്ചും ചോദിച്ചും ഉപയോഗിക്കുന്ന ഒരു യേശുവിനെയാണ് നാം കാണുന്നത്. അവസാനം അത്താഴം കഴിക്കുവാൻ പറഞ്ഞ് എനിക്ക് വേണ്ടി ഒരു മാളികമുറി നിങ്ങൾ ഒരുക്കണം എന്ന് പറഞ്ഞൊരു വിരിച്ചൊരുക്കിയ മാളികമുറി. അവസാനം ക്രൂശിൽ അവനെ തൂക്കുന്നു, വെക്കുവാൻ ഒരു കല്ലറ. ആ കാലത്ത് സമ്പന്നന്മാരെല്ലാം അവർക്ക് നേരത്തെ കല്ലറ എന്തുണ്ടാക്കും? വെട്ടിയുണ്ടാക്കും. അപ്പം
കല്ലറയൊക്കെ യോസഫ് അങ്ങനെ പണിത കല്ലറയ്ക്കകത്താണ് ആരെ വെച്ചത്? ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ യേശുവിന് ഈ ലോകപ്രകാരം പിതാവെന്ന് പറയുവാൻ ആരാ ഉള്ളത്? യോസഫാണുള്ളത്. ഇപ്പോൾ യോസഫ് നേരെ മരിച്ചു കാണും. പക്ഷേ യോസഫിനെ സംബന്ധിച്ച് വലിയൊരു കല്ലറയൊന്നും വെട്ടി ഉണ്ടാക്കാൻ പറ്റിയ സാമ്പത്തികം ഇല്ലായിരുന്നു. പക്ഷെ അതേ പേരുള്ള ഒരാളെ കൊണ്ടാണ് ഒരു കല്ലറയൊക്കെ പണിതുണ്ടാക്കിയത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അപ്പം ആ കാലങ്ങളിൽ കല്ലറകൾ എന്നൊക്കെ പറഞ്ഞ വളരെ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളായിരുന്നു. അവൻ ദരിദ്രനായി തീർന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? സമ്പന്നരാക്കി മാറ്റുവാൻ, നമ്മെ സമ്പന്നരാക്കുവാൻ. ഇവിടെ പറയുന്നു, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. ഇനി യേശുവിനെ കുറിച്ചുള്ള അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് സങ്കീർത്തനം 69 8 വാക്യം. Psalm 69 verse 8. നോക്കുക, ഇവിടെ ഞാൻ പരദേശിയും അന്യനുമായി തീർന്നിരിക്കുന്നു. എൻ്റെ സഹോദരന്മാർക്ക്, ഐ എം എ സ്ട്രേഞ്ചർ ടു മൈ ബ്രദറൻ, എൻ്റെ സഹോദരന്മാർക്ക് ഞാനൊരു പരദേശിയാ, എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അനന്യനുമായിരിക്കുന്നു. കാരണം അവർക്കാർക്കും തുല്യത നിൽക്കത്തക്കവണ്ണം ഉള്ളതല്ലായിരുന്നു എൻ്റെ ജീവിതം. അവർക്കെല്ലാം ജീവിതത്തിൽ പല മണ്ഡലങ്ങളുണ്ടായി. നോക്കണം, സഹോദരന്മാർ, ഇവരുടെ ശിഷ്യന്മാരെല്ലാവരും കൂടി, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ യാക്കോബും ഒക്കെ സഹോദരനായിട്ട് അവരൊക്കെ ഉണ്ടായിരുന്നിട്ട് അവരെന്ത് ചെയ്തു? യൂദയൊക്കെ ഉണ്ടല്ലോ, അവരും അതിനെ വിട്ടിട്ട് ഓടിപ്പോയി. അമ്മയുടെ സഹോദരന്മാർക്ക് നിന്ദ്യനായിരുന്നു. ഞാനൊരു പരദേശിയെ പോലാണ്. സോ ഓൾ ദ ടൈം ഹി വാസ് എ സ്ട്രേഞ്ചർ ഇൻ ഹിസ് ഫാമിലി. ആസ് എ മാൻ ഹി ബോൺ ടു ദിസ് വേൾഡ് ആൻഡ് ഹി വാസ് എ സ്ട്രേഞ്ചർ ടു എവറി പീപ്പിൾ. കാണുന്നിടത്തൊക്കെ എല്ലാവരും യേശുവിനെ ഒഴിവാക്കിയാണ്. യേശുവിനെ പോലെ പ്രസംഗിക്കുന്ന ഒരാൾ ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. ഞാൻ പറയുന്നത് ദൈവപുത്ര നിലയിലല്ല, മനുഷ്യൻ എന്ന നിലയിൽ. ഹി വാസ് എ ഗുഡ് ഒറേറ്റർ. ഹി വാസ് ഏബിൾ ടു സ്പീക്ക് വെൽ, ഫ്ലുവൻ്റ്ലി, എക്സ്പോസിങ് എവറിത്തിങ്. ദ പീപ്പിൾ വർ ഏബിൾ ടു കോംപ്രിഹെൻഡ് വാട്ട് ജീസസ് സ്പീക്ക്. ഇതൊക്കെ അറിയാവുന്ന രീതി പറഞ്ഞു കൊടുക്കുവാൻ കഴിവുള്ള യേശു. എന്നിട്ടും അവർ പറയുന്നു, നിങ്ങൾക്ക് എന്തോ ഉണ്ട്? ഒരു ഭൂതമുണ്ട്. ബെയോൾസെബൂലിനെ കൊണ്ടാണ് നീ ഭൂതങ്ങളെ പുറത്താക്കുന്നത്. യേശുവിൻ്റെ വചനത്തിൻ്റെ മൊഴികൾ കേട്ട് മനസ്സിലാക്കി വിടുതൽ, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, തടവുകാർക്ക് സ്വാതന്ത്ര്യം, ബദ്ധന്മാർക്ക് വിടുതൽ ഒക്കെ കൽപ്പിക്കുമ്പോഴും യേശുവിനെ കല്ലെറിയുവാൻ ജനം ഒരുങ്ങിയതിൻ്റെ കാരണം നോക്കുക. അപ്പോൾ യേശു ഇവിടെ പറയുകയാണ്, ഞാൻ എല്ലാവർക്കും ഒരു നിന്ദ്യനായി. The more you do something for the kingdom of God, the more you are closer to the Lord, the more you are active in the ministry, the more you are active in the things of the church of God, you will be stoned by no reason. എപ്പോഴും ഓർത്ത് വേണം, ദൈവകാര്യത്തിന് നിങ്ങൾ എപ്പോൾ മുന്നിട്ടിറങ്ങിയാലും നിങ്ങൾക്ക് അവിടെ കല്ലേറുകൾ ഉണ്ടാകും. ഇനി അടുത്ത വാക്യം വായിക്കാം, 69 20 വാക്യം, സെയിം Psalm 20. ഞാൻ ആരാണ്? ഏറ്റവും ഐ ആം ഫുൾ ഓഫ് ഹെവിനെസ്, ഞാൻ ഏറ്റവും വിഷാദമുള്ളവനാകുന്നു. We speak about depression, disappointment, discouragement, and we encourage the people to read the word of God, go to the Jesus anytime, and you will be free from all kind of depression. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഇത് അറിയാവുന്ന യേശു പറയുകയാണ്, ഞാൻ ആരാണ്? ഞാൻ ഡിപ്രഷനിൽ കൂടെ പോയ ആളാണ്. ഞാൻ എൻ്റെ ഹൃദയം അല്ലെങ്കിൽ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. ആർക്കും സഹതാപം തോന്നുന്നുവോ എന്ന് ഞാൻ എന്ത് ചെയ്തു? ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. ആർക്കെങ്കിലും ഒരാൾ സഹതാപം കാണിക്കുമെന്ന്. പക്ഷെ എന്തില്ല, എവിടെങ്കിലും ഒരു ഡോക്ടേഴ്സ് മാറി കൗൺസിലേഴ്സിനെ മാറി എല്ലാം മാറി നോക്കിയിട്ട് ഒരു ആശ്വാസം കിട്ടാത്ത പോലെ ഇവിടെ പറയുക, നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു, ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു, വല്ലവനും എന്നോട് സഹതാപം തോന്നുവോ എന്നെനിക്ക് 21 വാക്യത്തിലൊക്കെ പറയുന്നു. ദാഹിച്ചപ്പോൾ അവൻ എനിക്ക് കുടിക്കാൻ തന്നത് കയ്പ് വീഞ്ഞാ കുടിക്കാൻ തന്നത്. നോക്ക്, ഇങ്ങനെയുള്ള ആ വാക്യങ്ങൾ മറന്നു പോകല്ലേ. അപ്പോൾ ഇത്രമാത്രം ഞാൻ ആരാകുന്നു? നിന്ദിതനാകുന്നു ഞാൻ, അല്ലല്ലേ? ആ ഒരു അവസ്ഥയിലാണ്. ഇനിയും 69 29 ഞാൻ എളിയവനുമാണ്. ഐ ആം പൂവർ ആൻഡ് സോറോഫുൾ. ഞാൻ എളിയവനുമാണ്, ദുഃഖിതനുമാണ്. അപ്പോൾ യേശുവിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം, ഞാൻ എളിയവനും ദുഃഖിതനുമാണ്. നമ്മുടെ വാക്യം തുടങ്ങിയത് വെളിപ്പാട് 1:8. ഞാൻ ആദ്യനും അന്ത്യനും എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും, കർത്താവിന് ഇതൊക്കെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ മതി. കാരണം ആദ്യമേ ഉൽപ്പത്തിയിൽ സൃഷ്ടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കർത്താവിനെ കാണുന്നത്, അല്ലല്ലേ, ക്രൂശും കഴിഞ്ഞ് ഉയർപ്പും കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്വർഗ്ഗത്തിലിരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആരാ സഹിക്കേണ്ടത്? ഈ ഭൂമിയിൽ യേശുവിന് അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി, എൻ്റെ അടുക്ക പോകാൻ ഞാൻ ആശ്വസിപ്പിക്കാന്നൊക്കെ. പക്ഷേ ഇതൊക്കെ സഹിക്കേണ്ടേ ആരാ? നമ്മൾ പലപ്പോഴും പറയത്തില്ല, എന്ത് എളുപ്പമാണ് കർത്താവെ പറഞ്ഞു പോകാൻ. പക്ഷേ ഈ കട്ടതയും കയ്പൊക്കെ കൂടി. അതുകൊണ്ടാണ് യേശു തെളിയിക്കുന്നത്, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, ഞാൻ എളിയവനും ദരിദ്രനുമൊക്കെ ആയിരുന്നു, നിന്ദിതനായിരുന്നു, പരദേശിയായിരുന്നു. അല്ല, അതുകൊണ്ടാണല്ലോ യേശു ഒരിക്കൽ പറയുന്നത്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടിട്ട് ഉടുപ്പിച്ചില്ല. നോക്കണം, ക്രൂശിൽ യേശുവിൻ്റെ വസ്ത്രം വലിച്ചു കീറുമ്പോൾ, പടയാളികൾ വസ്ത്രത്തിന് വേണ്ടി ചീട്ടിടുമ്പോൾ, പങ്കിടുമ്പോൾ ആരും ഓടിച്ചെന്ന് യേശുവിന് തങ്ങളുടെ മേലങ്കി കൊടുക്കുവാൻ ആരും തയ്യാറായില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നില്ല. ഞാൻ വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല. എനിക്ക് ദാഹിക്കുന്നുവെന്ന് യേശു പറയുമ്പോൾ മാർത്ത അവിടെ നിൽപ്പുണ്ട്, മറി അവിടെ നിൽപ്പുണ്ട്. പണ്ട് ആരോഗ്യമുള്ളപ്പോൾ യേശു എപ്പോൾ വീട്ടിൽ വന്നാലും മാർത്തയും മറിയും ഒക്കെ ആഹാരം കൊടുക്കുവാൻ
തയ്യാറായിരുന്നു. ക്രൂശിൽ കിടക്കുന്ന യേശുവിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ ആർക്കും തയ്യാറില്ലായിരുന്നു. ഞാൻ നഗ്നനായിരുന്നു, എളിയവനായിരുന്നു, കഷ്ടത്തിലായിരുന്നു, തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല എന്നൊക്കെ പറയുന്ന ആ പദങ്ങൾ ഓർത്ത് കൊള്ളണം. അപ്പോൾ നോക്കണം, ഇവിടെ പറയും ഞാൻ എളിയവനും ദരിദ്രനുമാകും, ദുഃഖിതനാകുന്നു. ഇനിയും 102:7 വാക്യം, സങ്കീർത്തനം 102:7. നോക്ക്, ഇവിടെ പറയുന്നു ഐ ആം എ സ്പാരോ എലോൺ അപ്പോൺ ദ ഹൗസ് ടോപ്പ്. ഞാൻ വീടിന് മുകളിൽ തനിച്ചിരിക്കുന്ന, ഇത് നമ്മൾ നമ്മുടെ വാക്യമൊക്കെ ആയിട്ട് സാക്ഷ്യം പറയാറുണ്ട് അല്ലേ? ഞാൻ ആരാ? ശൂന്യ സ്ഥലത്തെ, എൻ്റെ മേളിൽ അങ്ങനെ തോന്നുന്നു, ഞാൻ ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെയാകുന്നു. പിന്നെ അങ്ങനെയല്ലേ? മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെയാകുന്നു. ഞാൻ ഉറക്കെ അത് മാത്രമേ ഉള്ളൂ നമ്മുടെ കാര്യത്തിൽ കറക്റ്റ്. കാരണം ഉറക്കം തികയത്തില്ല ഇവിടെ. അതുകൊണ്ട് ഞാൻ ഉറക്കളിച്ചിരിക്കുന്നു, വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരിയിൽ പോലെയാകുന്നു. ഇത് കർത്താവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് സത്യത്തിൽ. അത് ഓർത്ത് കൊള്ളണം. കർത്താവിനെക്കുറിച്ചുള്ള പ്രവചനമാണ്. താഴോട്ടുള്ള വാക്യങ്ങളിലൊക്കെ അതാണ് എഴുതുന്നത്. അപ്പം ഇവിടെ പറയുന്നു ഐ ആം എലോൺ, എല്ലാവരുടെ ഇടയിൽ നിൽക്കേണ്ടവനാണ്, സകലത്തിൻ്റെ നടുവിലുണ്ടെന്ന് പറയുന്ന യേശു പറയുന്നു I know what is the severity of the emptiness and loneliness. ശൂന്യതയുടെ ആഴം അറിയാവുന്നു. അതുകൊണ്ടാണ് ക്രൂശിലെ എല്ലാ കഷ്ടതയെക്കാളിലും വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ യേശു അനുഭവിച്ച കഷ്ടത ആ ഇരുട്ടിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിടും. മുഖത്തെ രോമം പിച്ചുപറിക്കുന്നതിനേക്കാൾ, കോലുകൊണ്ട് തലയിലടിക്കുന്നതിനേക്കാൾ, ആഴമുള്ള മുള്ളുള്ള മുൾക്കിരീടം തലയിൽ ആഞ്ഞടിച്ച് രക്തമൊഴുകുന്നതിനേക്കാൾ, പുറം ഉഴവുചാലുകളെപ്പോൾ ഒഴുകുന്നതിനേക്കാൾ, കയ്യിൽ കൂർത്തമുള്ള ആണി അടിക്കുന്നതിനേക്കാൾ, ചങ്ക് കുത്തിക്കൊള്ളുന്നതിനേക്കാൾ സ്വർഗത്തിന് എപ്പോഴും താല്പര്യമുള്ളതും അനുഭവിച്ചുമായ വേദന എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. എല്ലാ പ്രശ്നത്തിൻ്റെയും നടുവിൽ നമുക്കാകെയുള്ള ആശ്വാസം ദൈവം എന്നെ കൈവിട്ടിട്ടില്ല. ആലോചിച്ച് നോക്കിയേ, രോഗക്കിടക്കയിൽ കിടക്കുമ്പോഴും മരണത്തിൻ്റെ വക്കിൽ കിടക്കുമ്പോഴും ലോകം മുഴുവൻ തള്ളിപ്പറയുമ്പോഴും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒന്നും നമ്മുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴും ഒക്കെ നമുക്കാകെ ഒരു പിടിയെന്ന് പറയുന്നത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, എൻ്റെ ദൈവം ജീവിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ യേശു എനിക്കുണ്ട് എന്നതാണ്. ആ ഒരു മണ്ഡലത്തിൽ നിങ്ങൾക്ക് തോന്നുക സ്വർഗവും എന്നെ കൈവിട്ടോ, പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഇവിടെ പറയുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. അങ്ങനെ ഒരു യേശുവിനെയാണ് നാം അവിടെ കാണുന്നത്. ഇനി 102:11 വാക്യം. ഇവിടെ പറയുന്നു പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. ഐ ആം വിതേർഡ് ലൈക്ക് എ ഗ്രാസ്. അവിടെ ഓർപ്പിക്കുകയാണ്. അപ്പം ഒരു യേശുവിൻ്റെ ആ 33 വയസ്സിനുള്ളിൽ പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ഒരു ജീവിതം, അതിൽ നമുക്ക് ഒത്തിരി ആത്മീയ പാഠങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന പ്രസംഗങ്ങളല്ല, 100 ആശയങ്ങൾ അതിനകത്തുണ്ട്. എപ്പോഴും തെളിവാക്കിയാണ് യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു മനുഷ്യന്റെ നിലയിൽ എനി ടൈം വി ഷുഡ് ബി റെഡി ടു ബി ക്രൂസിഫൈഡ്. അതിന് 60 വയസ്സ് വരെ 80 വയസ്സ് വരെ കാത്തിരിക്കേണ്ട. 33 വയസ്സിലൊക്കെ ക്രൂശ് നിങ്ങളുടെ മേളിൽ കടന്നു വരാം, മരണം കടന്നു വരാം, നിത്യതയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങാം, സ്വർഗാരോഹണത്തിന് ഒരുങ്ങാം എന്നൊക്കെയുള്ള തെളിവുകളാണ് യേശുവിൻ്റെ ക്രൂശിൽ കൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് സമയമില്ലല്ലോ, വേഗം മുന്നോട്ട് പോകാം. ഈ യോഹന്നാന് വെളിപ്പാട് കിട്ടുന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. അതേ യോഹന്നാൻ യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചു. യേശുവിൻ്റെ മാർവോടെ ചാരിയിരുന്ന് യേശുവിനെ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ മറ്റാരും എഴുതാത്ത പലതും എഴുതി. 7 പ്രാവശ്യം യേശുവിൻ്റെ അയാം സ്റ്റേറ്റ്മെൻറ്റ് നാം അവിടെ കാണുന്നുണ്ട്. നമുക്ക് യോഹന്നാൻ്റെ ഗോസ്പൽ ഓഫ് ദി ജോണിലേക്ക് പോകാം, യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് പോകാം. അവിടെ 7 പ്രാവശ്യം യേശു തന്നെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന് യോഹന്നാൻ 6:35, 48, 51, 3 വാക്യം. ഇവിടെ യേശു ആഫ്റ്റർ ഫീഡിങ് ദ 5,000 they were satisfied, they are so happy, the disciples are happy, they were able to get 12 basket of bread, 12 കൊട്ട അപ്പമൊക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ യേശു പറയുന്നു ഐ ആം ദ ബ്രെഡ് ഓഫ് ദ ലൈഫ്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. 48, 51 വാക്യങ്ങളിൽ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. 48, 51. യേശുവിനെ കുറിച്ച് പറയുക. യേശു 2 പ്രാവശ്യം പറയുന്നുണ്ട് ഇതേ സംഭവം. 4-ാം അധ്യായത്തിൽ ശമരിയാക്കാരി സ്ത്രീയോട് യേശു പറയുന്നു, ഞാൻ ജീവൻ്റെ ജലമാകുന്നു, നീ എൻ്റെ അടുക്ക വന്ന് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നിനക്ക് ദാഹിക്കരുത്. ഇവിടെ പറ ജീവൻ്റെ അപ്പമാകുന്നു. നോക്കുക, അപ്പോൾ ഇവിടെ പറയുന്നു യേശു ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, സത്യവചനം. അതുകൊണ്ടല്ലയോ പരീക്ഷയുടെ സമയത്ത് യേശു പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളും കൊണ്ട്
ജീവിക്കും. ദൈവവചനത്തിൻ്റെ ശക്തിയാണ് ഇവിടെ പറയുന്നത്. എബ്രായർ 4:12 ആവർത്തിച്ച് പറയും, ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഇറ്റ്സ് സോ പവർഫുൾ ആൻഡ് ലൈവ്ലി. ജീവനും ചൈതന്യമുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ഇറ്റ് ഈസ് ഷാർപ്പർ ദാൻ എനി ടു എഡ്ജ്ഡ് സോർഡ്. ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അതിന് പ്രവേശിക്കുവാൻ പറ്റുന്ന മണ്ഡലങ്ങളെക്കുറിച്ച് പറയുന്നു. ഞാനൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൊരു സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറമേ ഒരു സന്തോഷമാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ആഹാരം കഴിച്ച ശരീരത്തിന് അത് പോഷണമായി മാറിയേക്കാം. പക്ഷേ വചനത്തെക്കുറിച്ച് പറയുന്നു, പ്രാണനെ, ആത്മാവിനെ, സന്ധിമജ്ജകളെ, ഹൃദയത്തിൻ്റെ ചിന്തകളെ, ഭാവങ്ങളെ വേർപിടിവിക്കുന്നവർ തുളച്ചു ചെല്ലുന്നതാണ് ജീവൻ്റെ വചനം. സോ എവറി ഫൈബർ, എവറി ബീയിങ്, എവറി ഓർഗൻ ഓഫ് ദ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് വിൽ ബി ഏബിൾ ടു റെക്കഗ്നൈസ് ദ പവർ ആൻഡ് മൈറ്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൻ്റെ ശക്തി ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും പ്രയോജനപ്പെടുന്നതാണ്. അടുത്ത യേശു പറയുന്നു 8:12, യോഹന്നാൻ 8:12. I am the light of the world. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആദ്യനും അന്ത്യനും ഒമേഗ, ആൽഫ ഒമേഗ എന്ന് പറയുന്ന കർത്താവ് പറയുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. അതേ സമയത്ത് ഞാൻ ലോകത്തിൻ്റെ, എന്നിൽ നടക്കുന്നവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുട്ടിൽ നടക്കുകയില്ല. സോ ഇവിടെ പറയുന്നത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം പാർക്കുന്നത്. ഞാൻ ചില ആഴ്ചകൾക്ക് ഓർപ്പിച്ച പോലെ യേശുവിൻ്റെ ശുശ്രൂഷ കണ്ടപ്പോൾ ഒരു പ്രവചന നിവൃത്തിയാണ്. ഗലീലയിലിരുന്ന ജനം വലിയൊരു, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇരുട്ടിലും അന്ധതമസിലും കിടന്ന ജനത്തിന് വെളിച്ചമായി വെളിപ്പെട്ടതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാർമിക സത്യം ഇതാണ്: യേശുവിൻ്റെ വാക്ക് വെളിച്ചമാണ്. ഉൽപ്പത്തിയിൽ തുടങ്ങുന്നതാണ്. യേശു കുരുടനോട് ചോദിക്കോ, ഒരു വാക്ക് കൽപ്പിച്ചാൽ എനിക്ക്, ഞാൻ ഇരുട്ടിലായിരുന്നു. യോഹന്നാൻ 9:21 ആ കുരുടൻ സാക്ഷ്യം പറയുന്നു, ഐ വാസ് ബ്ലൈൻഡ്, നൗ ഐ ആം സീ. ഞാൻ കണ്ണ് കാണാത്തവനായിരുന്നു, ഇപ്പോൾ കാണുന്നു. ബർത്തിമായിട്ട് ചോദിക്കുന്നു, നിനക്ക് എന്ത് വേണം? എനിക്കൊരു കാഴ്ച വേണം. യേശു അവനെ തൊട്ട് സൗഖ്യമാക്കുന്നു. ബെത്സൈദിലെ കുരുടനോട് മർക്കോസ് 8:22 മുതൽ വായിക്കുന്നുണ്ട്, നിനക്ക് എന്ത് വേണം? കാഴ്ച വേണം, നീ വല്ലതും കാണുന്നോ എന്നൊക്കെ ചോദിച്ച് കുരുടന്മാരെ സൗഖ്യമാക്കുന്ന യേശുവിനെ നമുക്ക് കാണാം. അതേ യേശുവാണല്ലോ ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുന്നത്. ഇരുട്ട് വ്യാപരിക്കുമ്പോൾ സ്വർഗം പറയുന്നു വെളിച്ചമുണ്ടാകട്ടെ. അങ്ങനെ ഇവിടെ യേശു പറയും, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി തന്നെ അത് വെളിച്ചമെന്നാണ്. സങ്കീർത്തനം 119:105 വാക്യം, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. യോഹന്നാൻ 1 യോഹന്നാൻ 1-ാം അധ്യായം 2-ാം അധ്യായം 3-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ വെളിച്ചത്തിൽ വസിക്കുന്നു. ഇരുട്ട് നിങ്ങളുടെ ഒട്ടും അവകാശമില്ല, ഇരുട്ടോ നിങ്ങളെ കീഴ്പ്പെടുത്തുകയില്ല. വെളിച്ചമായി യേശു പറയുകയാണ്. അപ്പം യേശു വെളിച്ചമാണ്. ഒരു ദൈവ പൈതലിന് കർത്താവ് വെളിച്ചമായിട്ട് തൊട്ട് മുമ്പിലുണ്ട്. അതുകൊണ്ടാണ്, അവൻ വെളിച്ചമായതുകൊണ്ടാണ് നമ്മളും വെളിച്ചത്തിൻ്റെ മക്കളാണെന്ന് കർത്താവ് പറഞ്ഞു, നിങ്ങളും ലോകത്തിൻ്റെ ആരാണ്? യു ആർ ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ്. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടുള്ളതല്ല. സമയം പോകുന്നു. അടുത്തത് യോഹന്നാൻ 10:7-9 വാക്യങ്ങൾ. യോഹന്നാൻ 10:7-9. ഞാൻ ആടുകളുടെ വാതിലാകുന്നു, എന്നിലൂടെ കടക്കാതെ വേറെ വഴിയായി കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായിട്ടുണ്ടാകേണ്ടതിനും അത്ര ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ വാതിലാകുന്നു. ആ കാലങ്ങളിൽ ആട്ടിടയന്മാർ ആടിനെ കാവൽ ചെയ്ത് കടന്നിട്ട് ഒരു സ്റ്റോൺ കൊണ്ടുള്ള എൻക്ലോഷറിനകത്ത് ഇങ്ങനെ ആടിനെ ആക്കി വെക്കും. കാരണം അന്നത്തെ കാലത്ത് വീടും മതിൽ കെട്ടുമൊന്നുമല്ല. പുറം സ്ഥലങ്ങളിൽ അവർ വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് കല്ലുകൾ വെച്ചിട്ടൊരു അതിര്, ആടിനറിയാം ഇത് അവരുടെ അതിരെന്ന്. എന്നിട്ട് ആ തുറന്ന വാതിലിൻ്റെ അവിടെ ഈ ഇടയൻ കുറുകെ കിടക്കും. ഏതെങ്കിലും ദുഷ്ടമൃഗമോ കള്ളന്മാരോ വന്ന് ഇതിനെ പിടിച്ചുകൊണ്ട് പോകാതിരിക്കേണ്ടതിന് ആ വാതിലിന് കുറുകെ കാവലിരിക്കുന്ന, കിടക്കുന്ന, വിശ്രമിക്കുന്ന ഇടയനെ പോലെ യേശുവിടെ പറയും, ഐ ആം ദ ഡോർ ഓഫ് ദ ഷീപ്പ്. കാരണം ഞാൻ അറിയാതെ നിങ്ങൾക്കൊന്നും വരത്തില്ലെന്നാണ്. അതാ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. This is the right door. No one can step into your territory. No one, no enemy, no demonical power can attack you without my knowledge. നിങ്ങളുടെ തലയിൽ ഒരു മുടി പോലും ഞാൻ അറിയാതെ വീഴത്തില്ല. കാരണം ഞാനാണ് വാതിൽ. അതല്ലയോ കഴിവുള്ളവനും കൃപയുള്ളവനും എന്നൊക്കെ നമ്മൾ പറയാം പിശാചിനെ. ഇപ്പോഴും ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഇയ്യോബിൻ്റെ വീടിൻ്റെ വാതിക്കൽ കിടന്ന് കറങ്ങുവാനല്ലാതെ അകത്തോട്ട് കയറണമെങ്കിൽ സ്വർഗം അനുവദിക്കണം. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കൊരു കഷ്ടത വരുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഞാൻ തകർന്നു പോകത്തില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ദൈവം എനിക്ക് ഈ കഷ്ടത തന്നത്. നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചൂടെ? ഇങ്ങനൊന്ന് ആലോചിച്ചൂടെ? എന്തിനാ കർത്താവ് എനിക്ക് രോഗം? എന്തിനാ കർത്താവ് എനിക്ക് നിന്ന? എന്തിനാ എനിക്ക് വേദന? എന്തിനാ ഈ വേലി പൊളിച്ചു കളഞ്ഞത്? എന്തിനാ ഈ കല്ലറ ഇങ്ങനെ ഉയരേണ്ടി വന്നത്? എന്തിനാ ഇത്രയും ശവടക്ക് ഒരുമിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ കാണേണ്ടി വന്നത് എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ധൈര്യത്തോടെ നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ തകർന്നു പോകത്തില്ലെന്ന് സ്വർഗത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ വേലിയുടെ ഒരു കമ്പെങ്കിലും സ്വർഗം ഇളക്കി മാറ്റിയത്. അതോർത്ത് ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. യേശു പറയുന്നു, ഞാൻ വാതിലാണ്, ഞാനല്ലാതെ ആർക്കും അകത്ത് കയറുവാൻ കഴിയത്തില്ല. അടുത്ത വാക്ക് പറയുന്നു 10:11.
ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ, ഐ എം ദ ഗുഡ് ഷെപ്പേർഡ്. നല്ല ഇടയനാണ്. ഒരു നല്ല ഇടയൻ്റെ പ്രത്യേകത നെഹമ്യാവിൽ നാം യെരമ്യാവിൽ നാം വായിക്കുന്നുണ്ട്. ഒരു ആടിനെതിരെ മൃഗം കടന്നു വരുമ്പോൾ അതിൻ്റെ വായിൽ നിന്ന് വിടുവിച്ചെടുക്കുന്നവനാ നല്ല ഇടയനെന്ന് തെളിവായിട്ട്. ഇനി മരിച്ചു പോയാൽ, പഴയ പ്രമാണം അനുസരിച്ച് ഒരാടിനെ മൃഗം പിടിച്ച് മരിച്ചു പോയാൽ ഇടയൻ്റെ പ്രത്യേകത അതിൻ്റെ ആ മൃഗത്തിൻ്റെ വായിൽ നിന്ന് അതിൻ്റെ കയ്യോ കാലിൻ്റെ തുടയോ എങ്കിലും രക്ഷിച്ചു കൊണ്ടുവന്ന് യജമാനന് കാഴ്ചവെക്കണം. അത്രമാത്രം സ്ട്രഗിൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ദാവീദ് ധൈര്യത്തോടെ പറയുന്നത്, ഇടയനായ യഹോവ എനിക്കറിയാം, കാരണം ഒരു ആടിനെ എങ്ങനെയാണ് വിടുവിച്ചെടുത്തിയെന്ന് ദാവീദിനറിയാം. ഇവിടെ പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്, നിങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് തരുവാൻ നല്ല ഇടയനാകുന്നു. ഇനിയും യോഹന്നാൻ 11:25 നമ്മുടെ ചിന്ത, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, യേശുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. യോഹന്നാൻ 11:25. മാർത്തയോട് കല്ലറയ്ക്കൽ വാതിക്കൽ നിന്നുകൊണ്ട് യേശു പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും. ഡു യു ബിലീവ് ദാറ്റ്? നീ ഇത് വിശ്വസിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ആരാ? പുനരുത്ഥാനവും ജീവനുമാകുന്നു. പുനരുത്ഥാനം ജീവൻ എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിലുള്ള അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ജീവനാണ്, പുനരുത്ഥാനമാണ്. ഏത് വിഷയത്തെ ഉദ്ധരിക്കുവാൻ കഴിയും. ഐ ആം ദ റിസറക്ഷൻ, ഐ ക്യാൻ റിസ്റ്റോർ, ഐ ക്യാൻ റിസറക്റ്റ്, ഐ ക്യാൻ റീഫോം ആൻഡ് റിന്യൂ എവറിത്തിങ്. എല്ലാറ്റിനെയും പുനരുദ്ധീകരിപ്പാൻ എനിക്ക് കഴിവുണ്ട്. സങ്കീർത്തനക്കാരൻ്റെ ഭാഷയെ പറഞ്ഞ 68-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം നമുക്ക് ഉദ്ധാരണം കൂടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്ക് നമ്മളെ ഉദ്ധരിക്കുന്ന ദൈവമാണ്. മരണപാതാളങ്ങൾ ഞങ്ങളെ ഉദ്ധരിക്കുന്നവനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പറയുന്നു, ഞാൻ പുനരുത്ഥാൻ. ലാസർ കല്ലറയിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് ജീവിക്കുന്നതല്ല ഇവിടുത്തെ വിഷയം. നിന്റെ പ്രശ്നത്തെ ഉദ്ധരിക്കുവാൻ ഞാൻ കഴിവുള്ളവനാകുന്നു. അതാ ഇന്ന് രാവിലെ നമുക്കറിയേണ്ടത്. ഹല്ലേലൂയ. കർത്താവ് ശവം അടക്കുന്നതോ ഞങ്ങളുടെ വിഷയമല്ല. കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് രാവിലെ നമ്മുടെ വിഷയത്തെ ഉദ്ധരിക്കുവാൻ കർത്താവിന് കഴിവുണ്ട്. ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടല്ലോ ഈ ദൂത് കേൾക്കാൻ പറ്റിയത്. മാർത്ത ഇന്ന് വരെ കേൾക്കാത്ത, മറിയ ഇന്ന് വരെ കേൾക്കാത്ത സ്വർഗത്തിൻ്റെ ഒരു ആലോചനയായിരുന്നു. ഇഫ് യു ബിലീവ് യു ഷാൽ സീ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്. ഹല്ലേലൂയ. ഞാൻ പുനരുത്ഥാനമാണ്, ജീവനാണെന്ന് അവർക്ക് കേൾക്കുവാൻ അവസരമുണ്ടായി. പലവട്ടം യേശു വീട്ടിൽ വന്നിട്ടുണ്ട്, പന്തിക്കിരുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. മാർത്ത കാൽക്കലിരുന്ന് വചനം പഠിച്ചിട്ടുണ്ട്, മറിയ പഠിച്ചിട്ടുണ്ട്. മാർത്ത ആഹാരം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരെ ആ വീട്ടിൽ ഇങ്ങനത്തെ ഒരു പ്രസംഗം കേട്ടിട്ടില്ല. യേശു ഉദ്ധാരകനാണെന്നും പുനരുത്ഥാനമാണെന്നും ജീവനാണെന്നും വിശ്വസിച്ചാൽ മഹത്വം കാണണമെന്നും. ഇത് ഉണ്ടാകാൻ കാരണം എന്താ? ഇന്ന് അവരുടെ സഹോദരൻ മരിച്ച് കല്ലറയിലിരിക്കുന്ന കൊണ്ടാണ്. അപ്പോൾ ഓർത്തുകൊള്ളണം, ഞാനും നിങ്ങളും കേൾക്കാത്ത ദൂത് കേൾക്കുന്നത്, ഞാനും നിങ്ങളും കാണാത്ത അത്ഭുതം കാണുന്നത്, ഞാനും നിങ്ങളും പോകാത്ത വഴിയിൽ നടത്തുന്നത്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വിഷയം നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോഴാണ്. അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് സ്വർഗം പറയും, ഞാൻ ആരാണെന്നറിയാമോ? മരണത്തിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്നവൻ. ഞാൻ ആരാണെന്നറിയാമോ? രോഗത്തിൽ നിന്ന് പുറത്തെടുക്കുന്നവൻ. ഞാൻ ആരാണെന്നറിയാമോ? കാറ്റിനെ ശാന്തമാക്കുന്നവൻ. ശിഷ്യന്മാരുടെ ജീവിതയാത്രയിൽ ഇന്ന് വരെ പടകിലൊരു കാറ്റടിച്ചില്ലായിരുന്നെങ്കിൽ ലേഖനങ്ങൾ എഴുതുമ്പോൾ അവർക്കറിയത്തില്ലായിരുന്നു ഹല്ലേലൂയ കാറ്റിനെ ശാന്തമാക്കുന്ന ഒരു യേശുവിനെ കുറിച്ച്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വെള്ളത്തിൻ്റെ മുകളിൽ യേശു നടന്ന് കാണിച്ചില്ലായിരുന്നെങ്കിൽ അവർക്കറിയത്തില്ലായിരുന്നു പ്രകൃതിയുടെ മേൽ ആധിപത്യമുള്ള യേശുവിനെ കുറിച്ച്. എല്ലാ പ്രശ്നങ്ങളിൽ കൂടെ സ്വർഗം തെളിയിക്കുന്ന ഒരു സത്യമുണ്ട്, ഞാൻ ഉദ്ധാരകനാകുന്നു. അത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശു പറയുന്നു, യോഹന്നാൻ 14:6 വാക്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു പറയാം, നിങ്ങളുടെ ഹൃദയം കലയിൽ പോകരുത്, ദൈവത്തിൽ എന്നെ വിശ്വസിപ്പീൻ. 14. ഹല്ലേലൂയ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളില്ലെങ്കിൽ പറയത്തില്ലായിരുന്നു, ഞാൻ തന്നെ വഴിയും സത്യവുമാകുന്നു. അപ്പോൾ ഉടനെ തോമസിൻ്റെ സംശയമാണ്, കർത്താവേ നീ എവിടെ പോകുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല, വഴി ഒന്ന് പറഞ്ഞു വന്നാൽ ഞങ്ങൾ അങ്ങോട്ടങ്ങ് വരാം. നമ്മളാണ് എന്താ പറഞ്ഞേനെ? പെട്ടെന്ന് ഒരു കുഞ്ഞ്, ഇപ്പം നാവിഗേഷൻ ഉണ്ടല്ലോ, പണ്ട് നാവിഗേഷൻ നമ്മൾ പറഞ്ഞേനെ, ഒന്ന് പെൻസിലും പേന എടുത്താട്ടെ പെട്ടെന്ന് എഴുതിക്കോ, ദിസ് ഈസ് ദ വേ യു ഗോ എന്ന് പറഞ്ഞേനെ. പക്ഷേ യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞെ വഴിയൊന്ന് എഴുതി തന്ന, നീ അവിടെ കൂടെ 3.5 വർഷം നടന്നിട്ട് നീ അടുത്ത് പോലും വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് കൂടെ നടന്നിട്ട് നിനക്ക് എത്താൻ പറ്റിയില്ല, പിന്നെ വഴി എഴുതി തന്നാൽ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നീ ഇത്രയും ഓർത്താൽ മതി, ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ലൈഫ്. ഞാൻ തന്നെ വഴിയും, ഞാനാ വഴി. ഞാൻ എവിടെയൊക്കെ പോകുന്നു അങ്ങോട്ടങ്ങ് പോയാൽ മതി. ഞാൻ എന്തൊക്കെ പറയുന്നു അതങ്ങ് കേട്ടാൽ മതി. ഞാൻ എന്തൊക്കെ ആവശ്യപ്പെടുന്നു അതങ്ങ് ചെയ്താൽ മതി. നിങ്ങൾ അവസാനം അറിയത്തുപോലുമില്ല സ്വർഗത്തിൽ നിൽക്കുന്നത്. നമ്മൾ എന്ത് കഷ്ടപ്പെടുക സ്വർഗത്തിൽ പോകാൻ വേണ്ടി അല്ലേ? ഒന്നും ചെയ്യേണ്ട. യേശു ഇത്രയും പാടൊന്നുമില്ല സ്വർഗത്തിൽ പോകാൻ. അല്ലല്ലേ? പാപവും കഷ്ടവും നിരാശയും ഭാരവും തകർച്ചയും ഭീതിയൊക്കെ ജീവിതത്തിൽ കടന്നു വരും. അന്നേരം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് കരുണ പ്രാപിച്ച് യേശുവിൻ്റെ പാതയിൽ അങ്ങ് പോയാൽ മതി. ലാസ്റ്റ് നിങ്ങൾ നിർത്തുന്നത് അറിയത്ത് പോലുമില്ല. മരണം ഉറക്കം പോലെ നിത്യതയുടെ തുറമുഖത്ത് നമ്മളങ്ങ് എത്തിച്ചേരും. അപ്പോൾ യേശു പറയുന്നു, ഹല്ലേലൂയ, ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു. ഇനി 15-1 വാക്യം,
ഇവിടെ യേശു പറയുക, ഐ എം ദ ട്രൂ വൈൻ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. നിങ്ങൾക്ക് ഫലം കായ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നിൽ വസിക്കണം. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത പോലെ നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് യേശുവിനെ കൂടാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആയുസില്ലെന്ന് ഓർത്തോണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിൽക്കണം. ഇനി നമുക്ക് സമയം പോയി, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. നാം വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കാം. വെളിപ്പാട് 1:8. ഞാൻ ആൽഫയും ഒമേഗയാകുന്നു. ഗ്രീക്കിലെ 2 അക്ഷരങ്ങൾ അല്ലെങ്കിൽ എടുത്തിട്ട് ആൽഫ, വാക്കിലെടുത്തിട്ട് ആൽഫയാണ് ഒമേഗയാണ്, സകലത്തിൻ്റെയും ഇടയ്ക്കായി. ഇനി എന്തു വന്നാലും അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ. അപ്പുറത്ത് നിൽക്കുക, വേലി കെട്ടി കർത്താവ് അങ്ങേ അറ്റത്ത് നിൽക്കുകയാണ്. ഇനി എബ്രായലേഖന കർത്താവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ, ഹീ ഈസ് ദ ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ നായകനും സ്റ്റാർട്ട് പറയുന്നതും ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്നതും ഒരാളാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യത്തെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടാണ് തുടങ്ങിയത്, എന്നെ നോക്കിയാണ് വരുന്നത്. പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് മുമ്പിലുള്ളതിലേക്ക് കാഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ പരമവിളിയുടെ ലാക്കിനായി വിരുദിലേക്ക് ഓടുകയാണ്. അതുകൊണ്ട് സകലവും ഛേദമെന്നെണ്ണുന്നു, ലാഭമായത് നഷ്ടമായി കണക്കാക്കുന്നു, എല്ലാറ്റിനോടും ഞാൻ വിട പറയുകയാണ്, അല്ലെങ്കിൽ ക്രൂശിനെ അപമാനം അല്ലെങ്കിൽ ഞാൻ അസഹിക്കുകയാണ് എന്ന് പറഞ്ഞു ഓടുക. ഇവിടെ പറയുകയാണ്, ഞാൻ ആൽഫയെ ഒമേഗയാ. ഈ വെളിപ്പാട് പുസ്തകത്തിൽ 6 പ്രാവശ്യം നാം കേട്ട്, പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ 7 പ്രാവശ്യം ക്രിസ്തുവിനെക്കുറിച്ചുള്ള മശീക പ്രവചനങ്ങളുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7 പ്രാവശ്യം യേശു ഞാനാകുന്നു ഞാനാകുന്നു പറഞ്ഞു. ഈ വെളിപ്പാട് പുസ്തകത്തിലും 6 പ്രാവശ്യം ഇതേ പദങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഒന്നും കൂടെ നിങ്ങളുടെ ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും വെളിപ്പാട് 1:11 വായിച്ചാൽ, അടുത്തുള്ള വാക്യത്തിലാണ് ഞാൻ ആൽഫയും ഒമേഗയോ, തിരിഞ്ഞൊരു നാദം കേൾക്കുമ്പോൾ ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു പറയുന്നു. ഇനി 1:17, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഭയപ്പെടേണ്ട, ഞാൻ ആരംഭവും അവസാനവുമാകുന്നു. ഇനി 21:6 വാക്യം, എന്തു പറഞ്ഞിട്ടും അവസാനം കർത്താവ് ഈ വാക്ക് പറയും വെളിപ്പാട് പുസ്തകത്തിൽ, ഞാൻ ആൽഫയും സംഭവിച്ചു തീർന്നു. ഞാൻ പറഞ്ഞതല്ലേ ഇതുപോലൊക്കെ നടക്കുമെന്ന്. കാരണം ആരാ? ഞാൻ ആൽഫയും. ഏത് വിഷയത്തിലും ദൈവത്തിന് ഇതേ പറയാനുള്ളത്, കുഞ്ഞെ തുടക്കം ഒടുക്കോ ഞാനാ. ഇടയ്ക്കുള്ളത് ഓർത്ത് നീ ഭാരപ്പെടേണ്ട, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു തീർന്നില്ലേ, ഞാൻ ആൽഫയും ഒമേഗയാകുന്നു. 22:13, പുസ്തകം എഴുതി അവസാനിപ്പിക്കുക. പുത്തനാം യെരൂശലേമിൻ്റെ വർണ്ണനകളൊക്കെ വിവരിച്ചതിന് 21-ാം അധ്യായത്തിൽ വിവരിച്ചതിന് ശേഷം ഇനി ജീവവൃക്ഷത്തിൻ്റെ ഫലങ്ങളൊക്കെ പ്രാപിക്കാൻ പോകുക. 22:12 വാക്യത്തിൽ പറയും, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം, കാരണം ഞാൻ തന്നെ ആൽഫയും ഒമേഗയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 22:16 വാക്യം, ഞാൻ ആരാണ്? ദാവീദിൻ്റെ വേരും വംശവും. ഐ എം ദ ബ്രൈറ്റ് ആൻഡ് മോർണിംഗ് സ്റ്റാർ, ശുഭ്രമായ ഉദയ നക്ഷത്രമാകുന്നു. ഇന്ന് രാവിലെ നാം വായിച്ച വചനം ഇതാണ്. കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നത്, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും അറിയണ്ട. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല. അറ്റ്ലീസ്റ്റ് ദ മിനിമം അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഹു മൈ സേവിയർ ഈസ്. ഇതാണ്, അവനാണ് തുടങ്ങിയതും അവനാണ് അവസാനിപ്പിച്ചതും. ഈ ഭാഷയാണ് പൗലോസ് ഉപയോഗിച്ചത്. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ഒന്ന് ഞാൻ ചെയ്യുന്നു, അത് നമുക്കിന്ന് രാവിലെ മുറുകെ പിടിക്കാം. പ്രൈസ് ഗോഡ്. ഒന്നും കൂടെ നമുക്ക് ആലോചിക്കാം, എന്താ ഞാനിനി ചെയ്യേണ്ടത്? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. വാട്ട് ഹി ഹാസ് അപ്പോയിൻറ്റഡ് ഫോർ മീ ഹി വിൽ പ്രിസർവ് ടിൽ ദ ഡേ ഓഫ് ഹിസ് കമ്മിങ്. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ നായകനെ ഇന്ന് രാവിലെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പത്മോസിൽ യോഹന്നാനോട് പറയുന്നു, ഞാൻ ആൽഫയാ ഒമേഗയാ. നീ അറിയണ്ട കേട്ടോ, ഭാരപ്പെടണ്ട. നീ ഇവിടെ പത്മോസിലിരുന്നാൽ ഞാൻ ഇവിടെയും ആൽഫയും ഒമേഗയാ. എന്താണ് അതിൻ്റെ അർത്ഥം?